ഹായ് പ്രിയ കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോവയ്ക്ക റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കുക. ഒരിക്കൽ കൂടി എവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇവിടെ 150 ഗ്രാം കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നതെന്ന് വൃത്തിയായിട്ട് കഴുകി നമ്മൾ രണ്ടായിട്ട് കീറിയെടുക്കുകയാണ്. 4ആയിട്ട് കീറിയാലും നല്ലതാണ്. നമ്മളിവിടെ രണ്ടായിട്ടാണ് കീറിയെടുത്തിരിക്കുന്നത്. നമ്മൾ കോവയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളങ്ങനെ കോവയ്ക്ക എല്ലാം കീറിയെടുത്തു. അതായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങയാണ്. നമ്മൾ മാങ്ങയുടെ തൊലി ഒന്ന് ചെത്തി എടുക്കുകയാണ്. ഒരു മാങ്ങയുടെ പകുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാങ്ങയും നമുക്ക് കട്ട് ചെയ്ത് പാത്രത്തിലേക്കാക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക, കാരണം വെന്ത് കിട്ടാൻ വേണ്ടിയാണ്, അതുപോലെ വേകാൻ വേണ്ടിയാണ് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 5 പച്ചമുളക്, 7 വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി, പിന്നെ ഒരു സവാള നമ്മൾ കീറിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ആ ഉലുവ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്നിച്ച് നല്ല മൂത്ത് വരണം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരുമാതിരി മൂത്ത് എത്തിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. തേങ്ങ ഒരു ഗോൾഡൻ പരുവാകുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമുക്ക് ഇനിയും 5 പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് യോജിപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ടുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തായിട്ട് നമ്മൾ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. എരിവുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറിക്കഴിഞ്ഞ് നല്ലതുപോലെ മിക്സിയിലോ അരകല്ലിലോ അരച്ചെടുക്കുക. നല്ല രീതിയിൽ അരച്ചെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല രീതിയിൽ തീയിട്ട് കോവയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കോവയ്ക്കയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു 2 നുള്ള് ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, 2 നുള്ള് ഉപ്പ് മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ കോവയ്ക്കയുടെ മുകളിലെ പച്ച നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്കത് വാടി കിട്ടുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് അത് കോരിയെടുക്കുക. ശേഷം നമുക്ക് ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം.
സവാള ഈ പരിവാകുമ്പോൾ അത് വാങ്ങി മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ അടുപ്പിലേക്ക് മൺചട്ടി ഉപയോഗിക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു. ഒപ്പം നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ മസാലയിൽ മല്ലിപ്പൊടി ചേർക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കുകയാണ്. അതിൻ്റെ പച്ചമണം മർദ്ദനം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ജാറിലുള്ള അരപ്പ് മുഴുവൻ കഴുകി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് കലക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് യോജിപ്പിച്ച് നല്ലതായിട്ട് ഇളക്കുക. ഉപ്പ് നോക്കുക. ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ മാങ്ങയും അതോടൊപ്പം തന്നെ ഇടുക. കാരണം മാങ്ങ വെന്ത് അതിൽ ചേരേണ്ടതാണ്. അതുകൊണ്ട് ഒപ്പം തന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് എല്ലാം സെറ്റാക്കി വയ്ക്കുക. നമുക്ക് കോവയ്ക്ക വേകത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ വേകത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെക്കുക. നല്ലതുപോലെ തീയിട്ട് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് അല്പം ഉപ്പോട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുക. നമ്മുടെ കോവയ്ക്കയൊക്കെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുക്കുക. കോവയ്ക്കായും മാങ്ങയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ കൃത്യമാണോ എന്ന് നോക്കുക. മാങ്ങയ്ക്ക് പുളി കുറവാണ്. നമ്മളതിനൊക്കെ ഒരു 1.5 സ്പൂണ് വിനാഗിരി അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച വെള്ളം തീരെ പറ്റി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് വാങ്ങിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.